പല ആൾക്കാർക്കും ഈ ചിലപ്പോൾ ഒരു എമൗണ്ട് കയ്യിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പം ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ ഇവർ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അതായത് ഇത് മ്യൂച്വൽ ഫണ്ട് ഇടണോ, സ്റ്റോക്ക് ഇടണോ, ഇത് FD ഇട്ടാൽ മതിയോ. ഇപ്പോൾ സപ്പോസ് ഒരു 1 lakh ഒരു എമൗണ്ട് കയ്യിലേക്ക് വരികയാണെന്നിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഇവർ കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ആലോചിക്കാറുണ്ട്. അപ്പം എനിക്ക് ഇനിയും ഒരു 1 lakh ഞാൻ ആദ്യമായിട്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റെപ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരണം, സേഫായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ട്രിക്കുകളൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മുടെ വെൽത്ത് ഗ്രോ ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റഡി ആയിട്ട് സ്ലോ ആയിരിക്കും. സ്റ്റഡി ആയിട്ട് അതിന് പേഷ്യൻസി ആവശ്യമാണ്, അതായത് ക്ഷമ ആവശ്യമാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ ക്ഷമ ആട്ടും സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് മേക്ക് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം. അതൊരു 20,000 മുതൽ 30,000 ആകാം. ഞാൻ പറഞ്ഞില്ല, ഒരു 3 മാസം നമ്മൾ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 3 മാസത്തെയെങ്കിലും എമൗണ്ട് 20,000, 30 അല്ലെങ്കിൽ 40,000 രൂപ വരെയൊക്കെ അത് നമ്മളൊരു സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ടിൽ സൂക്ഷിച്ച് വെക്കുക. അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാം, പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കഴിയണം. അല്ലാതെ സ്റ്റക്കായി അവിടിരിക്കുന്നവരിടത്ത് നമ്മൾ ഈ എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. സോ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെൽത്തിനെ ആദ്യം നമുക്കുള്ള ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്പർ 2 എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫാമിലി ഒരാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ലൊരു തുക പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഓടേണ്ടി വരും. അപ്പം നമ്മൾ മസ്റ്റായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിക്ക് എടുത്ത് വെച്ചിരിക്കണം. ഉള്ളവർ ഗുഡ്, ഇല്ലാത്തവരാണെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു മിനിമം ഒരു 5 to 10 lakhൻ്റെ കവറേജ് വരുന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആ കാരണത്താൽ നമ്മുടെ ഫിനാൻഷ്യലി പ്രോബ്ലം വേറെ ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേറെ കടമെടുക്കേണ്ടതോ കടം മേടിക്കേണ്ടയോ ലോൺ എടുക്കേണ്ടയോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഈ 1 lakh അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 40,000 രൂപ, 50,000 രൂപ വരെ, 40,000 മുതൽ 50,000 രൂപ വരെ ഇൻഡെക്സ് ഫണ്ടുകളിൽ വെക്കുക. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സെൻസെക്സ് ഇൻഡെക്സ് ഫണ്ടുണ്ട്, നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. അപ്പം ഇത് വളരെ നല്ല ഗ്രോത്ത് നൽകുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഓരോ ഷെയറായിട്ട് പോയി നമ്മൾ സെലക്ട് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരു കൂട്ടം ഷെയറുകൾ ഇത് നല്ല രീതിയിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി നല്ലപോലെ ഗ്രോ ചെയ്യും. നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല. അപ്പം ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഫോർ സ്റ്റെബിലിറ്റി, അതായത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10,000 മുതൽ 20,000 രൂപ വരെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ഗോൾഡ് എന്ന് പറയുമ്പം ജ്വല്ലറി ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ജ്വല്ലറി ഉണ്ടെങ്കിൽ ഒരിക്കലും ജ്വല്ലറി ആയിട്ട് തന്നെ മേടിക്കില്ല. നമ്മളിത് ഡിജിറ്റൽ ഗോൾഡായിട്ട് മേടിക്കുക. ഗോൾഡ് ETFകളൊക്കെ കിട്ടും. നമ്മൾ ജ്വല്ലറി മേടിക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് പണിക്കൂലി മറ്റുള്ള ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിൽക്കുമ്പോഴും മേടിക്കുമ്പോഴും ഒക്കെ ഒത്തിരി തുക ആ ഇനത്തിലൊക്കെ നമുക്ക് നഷ്ടമാകും. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ സേഫാണ്. നമുക്ക് യാതൊരു വിൽക്കുമ്പോഴും മേടിക്കുമ്പോഴും ഒന്നും യാതൊരു തരത്തിലുമുള്ള എമൗണ്ടിൽ ചോർച്ചയൊന്നും വരുന്നില്ല. അപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു 5,000 മുതൽ 15,000 രൂപ വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരിക്കലും നഷ്ടമാകത്തില്ല. കാരണം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനുള്ളതാണ്
അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പലതര എന്ത് തരം ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള എന്തെങ്കിലും കോഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്തെങ്കിലും പുതിയ പുതിയ ടൂളിനെ പറ്റിയുള്ളതായിരിക്കാം. നമ്മളുടെ കരിയറിന്, നമ്മുടെ പ്രൊഫഷണലിന് അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മൂലത്തട്ടിലേക്ക് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്കില്ലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അലോക്കേഷൻ എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് ഒരു 20,000 മുതൽ 30,000 രൂപ വരെ, ഇൻഡെക്സ് ഫണ്ടിൽ നമ്മളൊരു 40 മുതൽ 50 വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗോൾഡ് ETF ഒരു 10 മുതൽ 20 വരെ, സ്കില്ലിൽ ഒരു 5 മുതൽ 15 വരെ എന്നുള്ളതാണ് നമ്മുടെ ഒരു അലോക്കേഷൻ വരുന്നത്. അപ്പം സ്റ്റാർട്ട് സേഫ് ആൻഡ് ഗ്രോ സ്റ്റേബിൾ, ബിൽഡ് ഫ്രീഡം, അതായിരിക്കണം നമ്മുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ തന്നെ തുടങ്ങുക. ഇനിയും ഇത്തരം ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ, ഗ്രോ വിത്ത് അസ്.